ഇതൊരു റൊട്ടേറ്റിംഗ് ടി വി യൂണിറ്റിൻ്റെ പ്ലാനാണ്. നമ്മളിതിൻ്റെ കട്ട് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ 3D വ്യൂ വരുന്നത്. ഈ ഒരു പാനലാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളത്. ഇത് ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് ഈ ടി വി രണ്ട് സൈഡിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനാണ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്യുന്നത്. ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും നമുക്ക് ടി വി കാണാൻ പറ്റുന്ന രീതിയിൽ ആണിത് റൊട്ടേഷൻ ഇതിൻ്റെ വരുന്നത്. ഇതാണ് നമ്മളെ 2D പ്ലാൻ. ഇതാണ് ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടി വിയുടെ പാനൽ വരുന്നത് ഇതാണ്. അത് നമ്മളെ ക്യാബിനുമായിട്ടൊരു 18 മില്ലിമീറ്റർ 17 മില്ലിമീറ്റർ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്തൊരു സ്റ്റോപ്പറും കൂടെ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ കട്ട് ലിസ്റ്റ് നമുക്ക് എക്സലിലാണ് റെഡിയാക്കുന്നത്. ഇതാണ് ഞാൻ റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി എല്ലാം മില്ലിമീറ്ററിലാണ് നമ്മളെല്ലാം സൈസും എടുത്തേക്കുന്നത്. ഇത് ഓരോ പീസിൻ്റെയും അളവാണ് വരുന്നത്. 1690 333 അതിൻ്റെ വീതി. ഇത് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. പിന്നെ വരുന്നത് ഈ ടേപ്പ് വേണ്ടുന്നതാണോ? കൊണ്ടുപോയടാ. ഇതതിൻ്റെ നെയിമാണ്. റിമാർക്ക് നമ്മൾ ഓരോ പീസിനും ഓരോ പേര് കൊടുക്കും. പിന്നെ ഇതിനകത്ത് ഓരോ ഐറ്റം നമ്പർ കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ പീസുകളും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഐറ്റം നമ്പർ വരുന്നുണ്ട്. ഇതാണ് ഐറ്റം നമ്പർ. ഇതെല്ലാം ഐറ്റം നമ്പറാണ് ഓരോ പീസിൻ്റെ. പിന്നെ ഇത് ലാമിനേഷൻ വരുന്ന അതിൻ്റെ കളറാണ്, മൈക്കയുടെ കോഡാണ് ഈ എഴുതി കാണിച്ചിരിക്കുന്നത്. 2938 HG ഹൈ ഗ്ലോസി വരുന്നതാണത്. അതിൻ്റെ കൂടെ ഒട്ടിക്കാനുള്ളതാണ് കാർക്കീസ് മൈക്ക. രണ്ട് സൈഡിൽ ഒട്ടിച്ചെടുക്കുന്നതിൻ്റെയാണ്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് എഡ്ജ് ബാൻഡ് ചെയ്ത് ആ പീസിൽ ചെയ്യണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ABD എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പീസിൻ്റെ 3 സൈഡിൽ എഡ്ജ് ബാൻഡ് ചെയ്യാനുള്ള അതാണ് കൊടുത്തിരിക്കുന്നത്. 2 mm എഡ്ജ് ബാൻഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ താഴോട്ടെല്ലാം കൊടുത്തിരിക്കുന്നത് ഒന്നും മെൻഷൻ ചെയ്യാത്തത് നമുക്ക് ചെറിയ കനം കുറഞ്ഞ എഡ്ജ് ബാൻഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ പീസിൻ്റെ മെൻഷൻ ചെയ്യുന്നത്.